അളെ എന്റെ പൈസ ഇല്ല അളിയാ. എടാ അത് എന്റെ ഇല്ലല്ലോ. എടാ അതല്ല, എനിക്കില്ല PSC നോട്ടിഫിക്കേഷൻ വന്നില്ല. അപ്പൊ അത് അപ്ലൈ ചെയ്യാൻ കഫേ കൊടുക്കാൻ പൈസ ഇല്ല. അതാ പ്രശ്നം. അതാണോ വലിയ പ്രശ്നം? നിന്റെ മൊബൈൽ ഇരിപ്പുണ്ടല്ലേ? ആ ഉണ്ട്. നിന്റെ ഫോണത് നെറ്റ് ഉണ്ടല്ലേ? അതും ഉണ്ടാ. പിന്നെ എന്തിനാണ് മുത്തേ പേടിക്കുന്നത്? നമുക്ക് അതിലൂടെ അയക്കാം. അതെങ്ങനെയാണ് അതിനകത്തൂടെ അയക്കുന്നത്? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. പക്ഷെ നീ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തണം. ദാ അമർത്തി. എങ്കിൽ വാളിയാ, ഞാൻ പറഞ്ഞുതരാം. പെട്ടെന്ന് നീ ഒന്ന് പറഞ്ഞാ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം മെയിനായിട്ടുള്ളൊരു കാര്യം ലാസ്റ്റ് പറയുന്നുണ്ട്. അത് മെയിനായിട്ട് നിങ്ങൾ കേൾക്കേണ്ട കാര്യമാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ പോയി നമുക്കൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. ആപ്പിൻ്റെ പേരാണ് ഓട്ടോ കർസർ. ഇനി ആ ഓട്ടോ കർസർ ആപ്പ് നമുക്ക് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യണം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. അങ്ങനെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഗ്രാൻഡ് പെർമിഷൻ മാനുവലി എന്ന ഓപ്ഷൻ കൊടുക്കുക, ഐ അണ്ടർസ്റ്റാൻഡ് കൊടുക്കുക, ഡൗൺലോഡഡ് ആപ്സിനകത്ത് യൂസ് ഓട്ടോ കർസർ എന്ന ഓപ്ഷൻ ഇടുക. ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അതൊന്നും പേടിക്കൊന്നും വേണ്ട. നേരെ ഈ ടൈമർ കഴിഞ്ഞതിന് ശേഷം ഐ ആം അവെയർ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. എന്നിട്ട് നേരെ അപ്പോഴത്തേനും നമ്മുടെ വാൾപേപ്പറിനകത്ത് ഇങ്ങനൊരു റൗണ്ട് സർക്കിളൊക്കെ വന്ന് കിടക്കുമായിരിക്കും. അത് ഈ സൈഡിലോട്ട് ഇതാക്കുക. ഈ രണ്ട് സൈഡിൽ കിടക്കുന്നത് കണ്ടോ? ആ സൈഡിൽ കിടക്കുന്ന നീളത്തിലുള്ള സാധനമാണ് നമുക്ക് മെയിനായിട്ട് അവിടെ ടച്ച് ചെയ്താലേ ഈ കർസർ വർക്ക് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് സൈഡിലോട്ട് കൊണ്ടിടുക. നമ്മൾ ബാക്ക് അടിക്കുക നേരെ. എന്നിട്ട് നേരെ നമ്മളിനി നമ്മുടെ ഗൂഗിളിലേക്ക് പോവുക. നമ്മുടെ തുളസി PSC എന്ന് പറഞ്ഞ സൈറ്റിലേക്ക് കയറുക. നമ്മുടെ ഐഡിയും പാസ്വേഡും ഒക്കെ കൊടുത്ത് ലോഗിൻ ചെയ്യുക. എന്നിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ ടാബിലേക്ക് പോവുക. നോട്ടിഫിക്കേഷൻ ടാബിലേക്ക് പോയതിന് ശേഷം നമുക്ക് ഏത് പോസ്റ്റിനാണ് അപ്ലൈ ചെയ്യേണ്ടത് ആ പോസ്റ്റ് നേരെ വന്ന് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ചെക്ക് എലിജിബിലിറ്റി. ഇപ്പം ഞാനിവിടെ അപ്ലൈ ചെയ്ത് കാണിക്കുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിയുടെ ആ പോസ്റ്റാണ്. അപ്ലൈ നൗ കൊടുക്കുക. അപ്ലൈ നൗ കൊടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ ആ ഫോട്ടോഗ്രാഫിൽ അതേ പേര് നമ്മൾ അതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒട്ടുമിക്ക ആളുകൾക്കുള്ള സംശയമാണ് ഈ ഡേറ്റ് ഓൺ ദ ഫോട്ടോഗ്രാഫ് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇപ്പം നമ്മൾ 1 അടിച്ചു കഴിഞ്ഞാൽ അവിടെ വേറെ എന്തെങ്കിലും ആയിരിക്കും വരുന്നത്. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ 5 കിടക്കുന്നത് 0 വരണം. അപ്പോൾ 5ന് മുമ്പ് വെച്ച് ഒരു 0 കൊടുത്തു കഴിഞ്ഞാൽ അവിടെ 0 വരും. അപ്പം അങ്ങനെ ഓരോന്നും ടൈപ്പ് ചെയ്ത് നമ്മുടെ കറക്റ്റായിട്ടെല്ലാം കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇവിടെയാണ് നമ്മുടെ മെയിൻ പ്രശ്നം വരുന്നത്. ഇവിടെയാണ് നമ്മുടെ ഓക്കെ. ഈ ടാബ് കഴിഞ്ഞാണ് അങ്ങോട്ട് പോകാത്ത. ഈ വിൻഡോ കഴിഞ്ഞ് പോകത്തില്ല. അപ്പം നമ്മുടെ കർസർ ആ സൈഡിൽ നിന്ന് അത് താഴെ നിന്ന് എടുത്ത് കർസർ വെച്ചതിന് ശേഷം ഓക്കെയിലേക്ക് കൊണ്ടുവച്ചിട്ട് ഒരു 2 വട്ടം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വന്നില്ലെങ്കിൽ ഒരു നെക്സ്റ്റ് ഒന്നുകൂടെ ഒന്ന് കൊടുക്കുക. അപ്പോൾ നേരെ നമ്മുടെ ബാക്കി വിൻഡോയിലേക്ക് ഓപ്പൺ ആവും. പിന്നെ നമുക്ക് നമ്മുടെ ഇവിടെ നമ്മൾ എലിജിബിൾ ആണോ എന്നൊരു ഓപ്ഷൻ വരിക. യെസ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ അവിടെയും വീണ്ടും നമ്മുടെ കർസറിൻ്റെ ആവശ്യമുണ്ട്. അവിടെയും കൊണ്ടുവന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ വീണിലേക്ക് ഒരു 2-3 വട്ടം ഒരുമിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഓട്ടോമാറ്റിക്കലി പോകും. പിന്നെ നമ്മുടെ ഡിസ്ട്രിക്റ്റും താലൂക്കും നമ്മൾ സെലക്ട് ചെയ്യുക. എക്സാമിനേഷൻ ഏത് ഡിസ്ട്രിക്റ്റാണ് വെക്കേണ്ടത്. ഇപ്പം ഞാൻ എൻ്റെ ഡിസ്ട്രിക്റ്റും താലൂക്കും എല്ലാം സെലക്ട് ചെയ്യുക. എന്നിട്ട് വീണ്ടും നമ്മുടെ ഓക്കെ കർസർ എടുക്കുക. അടുപ്പിച്ച് 2-3 വട്ടം ക്ലിക്ക് ചെയ്യണം കേട്ടോ. എന്നാലും നമ്മൾ ആദ്യം ചിലപ്പോൾ ഒരു വട്ടം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വീഴണമെന്നില്ല. അതാണ് കാരണം നമ്മൾ മെയിനായിട്ട് മൊബൈൽ കോഡ് അയക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഇപ്പോൾ ആപ്ലിക്കേഷൻ ഏറെക്കുറെ ഇതായിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും കർസർ എടുക്കുക, പ്രിവ്യൂ ആപ്ലിക്കേഷൻ കൊടുക്കുക. നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ പ്രിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. എന്നിട്ട് നേരെ പിന്നെ നമ്മുടെ ലാസ്റ്റ് സർട്ടിഫൈ ചെയ്യുക. സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുക. ഓക്കെ, യുവർ ആപ്ലിക്കേഷൻ ഹാസ് ബീൻ സബ്മിറ്റഡ്. നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ആയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഡൗട്ടായി ഈ സൈഡിൽ കർസർ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോഴത്തേനും നേരത്തെ ആദ്യം അതായത് ആപ്പ് എടുത്ത ടൈമിൽ ഒരു സൈഡിലൊരു വെള്ള വര കണക്ക് വരും. ആ വര എവിടാണോ വരുന്നത് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. കർസർ അവിടെ നിന്ന് ഓട്ടോമാറ്റിക്കലി വരുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായി ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവർക്കും ബൈ. എന്തായാലും എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നേരെ ഓട്ടോ കർസർ ആപ്പിലേക്ക് പോവുക. ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ താഴെ പെർമിഷൻസിൽ നിൽക്കുക, റിമൂവ് പെർമിഷൻ കൊടുക്കുക. നമ്മൾ നേരെ തുടക്കത്തിൽ ഓൺ ചെയ്തൊരു സാധനമുണ്ട്, അത് നേരെ കൊണ്ടുവന്ന് ഓഫ് ചെയ്യുക. ഓട്ടോ കർസറിൻ്റെ സാധനം സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ബാക്ക് വന്നിട്ട് ഓട്ടോ കർസറിൻ്റെ ആപ്പ് ഇൻഫോ കൊടുത്തതിന് ശേഷം ക്ലിയർ ഡേറ്റ, ആ ക്ലിയർ ഓൾ ഡേറ്റ കൊടുക്കുക, ഓക്കെ കൊടുക്കുക, അൺഇൻസ്റ്റാൾ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അങ്ങനെ നമ്മൾ ആവശ്യം കഴിഞ്ഞതിന് ശേഷം ഈ ആപ്പ് ഇട്ടേക്കരുത്, അൺഇൻസ്റ്റാൾ ചെയ്ത് സ്പോട്ടിൽ കളയുക. എന്തായാലും നിങ്ങളെല്ലാവരും നിങ്ങളുടെ റിസ്കിൽ തന്നെ ചെയ്യുക.